2026 ICC പുരുഷ T20 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസ് തകർപ്പൻ പ്രകടനവുമായി മുന്നേറുകയാണ്. സൂപ്പർ 8-ൽ സിംബാബ്വെയെ നേരിട്ട അവർ ഫെബ്രുവരി 23-ന് മുംബൈയിൽ വെച്ച് 107 റൺസിന്റെ ഉജ്ജ്വല വിജയം സ്വന്തമാക്കി. ഈ വമ്പൻ ജയത്തിനു പിന്നിൽ പ്രധാനമായും ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ്. വെസ്റ്റ് ഇൻഡീസ് 254/6 എന്ന കൂറ്റൻ സ്കോർ നേടിയ ഈ മത്സരം T20 ലോകകപ്പിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ കൂടിയാണ്. ഈ നിർണായക വിജയം സൂപ്പർ 8-ലെ ഗ്രൂപ്പ് 1-ൽ വെസ്റ്റ് ഇൻഡീസിനെ മുന്നിലെത്തിക്കുകയും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലോക ടൂർണമെന്റിൽ അവരുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 2026 ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഈ 2026 ICC പുരുഷ T20 ലോകകപ്പിൽ 55 മത്സരങ്ങളിലായി 20 ടീമുകളാണ് കിരീടത്തിനായി പോരാടുന്നത്. ഒരു പ്രാഥമിക ഗ്രൂപ്പ് ഘട്ടവും അതിനെ തുടർന്ന് സൂപ്പർ 8, സെമി ഫൈനൽ, ഫൈനൽ എന്നിവയടങ്ങിയ 2024-ലെ പതിപ്പിന് സമാനമായ ഫോർമാറ്റിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. 2012-ലും 2016-ലും നേടിയ മുൻ വിജയങ്ങളുടെ ബലത്തിൽ മൂന്നാം T20 ലോകകപ്പ് കിരീടത്തിനായി പോരാടാനുള്ള വെസ്റ്റ് ഇൻഡീസിന്റെ ലക്ഷ്യത്തിന് ഈ നിർണായക വിജയം അടിവരയിടുന്നു. വെസ്റ്റ് ഇൻഡീസിന്റെ കൂറ്റൻ സ്കോറിന് അടിത്തറയിട്ടത് ഷിംറോൺ ഹെറ്റ്മെയറുടെയും റോമാൻ പവലിന്റെയും തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ്. മൂന്നാം നമ്പറിലിറങ്ങിയ ഹെറ്റ്മെയർ വെറും 34 പന്തിൽ നിന്ന് 85 റൺസാണ് വാരിക്കൂട്ടിയത്. 7 സിക്സറുകളും 7 ഫോറുകളും അടങ്ങിയതായിരുന്നു ആ തകർപ്പൻ ഇന്നിംഗ്സ്. അദ്ദേഹത്തിന്റെ ഈ ആക്രമണോത്സുകമായ ശൈലി T20 ലോകകപ്പ് ചരിത്രത്തിൽ ഒരു വിൻഡീസ് താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറിക്കും വഴിയൊരുക്കി. ഹെറ്റ്മെയറിനൊപ്പം ചേർന്ന റോമാൻ പവൽ 35 പന്തിൽ 59 റൺസുള്ള പിന്തുണ നൽകി. സിംബാബ്വെ ബൌളിംഗ് നിരയെ തകർത്തെറിഞ്ഞ ഒരു ശക്തമായ കൂട്ടുകെട്ടായിരുന്നു അത്. വെറും 52 പന്തിൽ ഇവർ അടിച്ചെടുത്ത 122 റൺസിന്റെ കൂട്ടുകെട്ട് ഇന്നിംഗ്സിലെ ഒരു നിർണായക വഴിത്തിരിവായി. ഇത് വെസ്റ്റ് ഇൻഡീസിനെ കൂറ്റൻ സ്കോറിലേക്ക് വേഗത്തിലെത്തിക്കാൻ സഹായിച്ചു. 254 റൺസിന് 6 വിക്കറ്റ് എന്ന വെസ്റ്റ് ഇൻഡീസിന്റെ ഈ സ്കോർ 2007-ൽ കെനിയയ്ക്കെതിരെ ശ്രീലങ്ക നേടിയ 260/6 എന്ന T20 ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ റെക്കോർഡിന് വെറും 6 റൺസ് മാത്രം പിന്നിലായിരുന്നു. വെസ്റ്റ് ഇൻഡീസിന്റെ കൂറ്റൻ സ്കോറിന് മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെക്ക് തുടക്കം മുതൽക്കേ കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല. 8-ാം നമ്പറിലിറങ്ങിയ ബ്രാഡ് ഇവാൻസ് 21 പന്തിൽ 43 റൺസെടുത്ത് പൊരുതിയെങ്കിലും സിംബാബ്വെ ബാറ്റിംഗ് നിരക്ക് വലിയ കൂട്ടുകെട്ടുകളുണ്ടാകാനും ഉയർന്ന റൺ നിരക്കിനൊപ്പം എത്താനും കഴിഞ്ഞില്ല. ഒടുവിൽ 17.4 ഓവറിൽ 147 റൺസിന് എല്ലാവരും പുറത്തായപ്പോൾ 107 റൺസിന്റെ കൂറ്റൻ തോൽവി സിംബാബ്വെ ഏറ്റുവാങ്ങി. സിംബാബ്വെയുടെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ വെസ്റ്റ് ഇൻഡീസിന്റെ സ്പിൻ കൂട്ടുകെട്ടായിരുന്നു. ഇടംകൈയൻ സ്പിന്നർ ഗുഡഗേഷ മോട്ടി മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. വെറും 28 റൺസ് വഴങ്ങി 4 വിക്കറ്റാണ് മോട്ടി വീഴ്ത്തിയത്. കൂട്ടത്തിൽ ഇടംകൈയൻ ഓർത്തഡോക്സ് സ്പിന്നറായ അക്കീൽ ഹുസൈൻ 28 റൺസ് വഴങ്ങി 3 നിർണായക വിക്കറ്റുകളും സ്വന്തമാക്കി. ഇരുവരും ചേർന്ന് സിംബാബ്വെയുടെ 7 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. ഇത് മുംബൈ പിച്ചിൽ സ്പിന്നിന് എത്രമാത്രം സ്വാധീനമുണ്ടെന്ന് വ്യക്തമാക്കുന്ന കാഴ്ചയായിരുന്നു. മുംബൈയിലെ വാങ്ഡെ സ്റ്റേഡിയത്തിൽ വെച്ച് സിംബാബ്വെയുടെ ക്യാപ്റ്റനും ടീമിന്റെ പ്രധാന ഓൾറൗണ്ടറുമായ സിക്കന്ദർ റസ ടോസ് നേടി ആദ്യം ഫീൽഡ് ചെയ്യാൻ തീരുമാനിച്ചു. 2024-ൽ ഗാംബിയയ്ക്കെതിരെ 43 പന്തിൽ നിന്ന് പുറത്താകാതെ 133 റൺസ് നേടി T20-ൽ സെഞ്ചുറി നേടുന്ന ആദ്യ സിംബാബ്വെ താരമായി റസ ചരിത്രം കുറിച്ചിരുന്നു. കഴിഞ്ഞ തവണ ലോകകപ്പ് നഷ്ടമായ ശേഷം 2026 T20 ലോകകപ്പിന് യോഗ്യത നേടിയ ടീം നയിക്കുന്നത്. ഈ ലോകകപ്പിൽ സിംബാബ്വെ ടീമിലെ പ്രധാന താരങ്ങളിൽ തന്റെ കരിയറിൽ 111 T20 വിക്കറ്റുകൾ നേടിയ ഫാസ്റ്റ് ബൌളർ റിച്ചാർഡോ എൻഗരാവിയും ടാഷിംഗ മുസഗവിയും ഉൾപ്പെടുന്നു. 2026 T20 ലോകകപ്പിൽ ചെവ്രോൺസ് ഗ്രൂപ്പ് ബിയിലാണ്. ഓസ്ട്രേലിയ, ശ്രീലങ്ക, ഒമാൻ തുടങ്ങിയ ശക്തരായ ടീമുകൾക്കൊപ്പമാണ് അവർക്ക് സ്ഥാനം. ഇത് ടൂർണമെന്റിലെ അവരുടെ മുന്നോട്ടുള്ള യാത്രയെ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കുന്നു. സിംബാബ്വെക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് ഒരു ഗംഭീര വിജയം നേടിയല്ലോ. ഈ ജയം അവരെ സൂപ്പർ 8-ലെ ഗ്രൂപ്പ് 1-ൽ ഒന്നാം സ്ഥാനത്തെത്തിച്ചത് മാത്രമല്ല, അവരുടെ ആക്രമണോത്സുകമായ ബാറ്റിംഗ് ശൈലിയും സ്പിൻ ബോളർമാരുടെ കരുത്തും ഈ കളിയിൽ വ്യക്തമായി കാണിച്ചുതന്നു. ഷായ ഹോപ്പ് നയിക്കുന്ന 2026-ലെ T20 ലോകകപ്പിനുള്ള വെസ്റ്റ് ഇൻഡീസ് ടീമിൽ ബ്രണ്ടൻ കിങ്, ഷെർഫെയ്ൻ റൂദർഫോർഡ്, ജോൺസൺ ചാൾസ് തുടങ്ങിയ സ്ഫോടനാത്മക ബാറ്റ്സ്മാൻമാരുടെ ഒരു ശക്തമായ നിരയുണ്ട്. കൂടാതെ ജേസൺ ഹോൾഡർ, റൊമാരിയോ ഷെപ്പേർഡ് എന്നിവരെപ്പോലെയുള്ള ഓൾറൗണ്ടർമാരും ടീമിന് കരുത്ത് പകരുന്നു. 2024-ൽ T20 വെസ്റ്റ് ഇൻഡീസിനു വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും അതേ വർഷം ഡിസംബറിൽ ICC T20 ബൌളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്ത അക്കീൽ ഹുസൈൻ അവരുടെ ബോളിംഗ് നിരയിലെ ഒരു നിർണായക സാന്നിധ്യമാണ്. 2026 മാർച്ച് 8-ഓടെയാണ് ഈ ടൂർണമെന്റ് അവസാനിക്കാൻ പോകുന്നത്. നിലവിൽ ഇരു ടീമുകളും അവരുടെ അടുത്ത മത്സരങ്ങളിലും 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ വലിയ T20 പോരാട്ടത്തിലെ തങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുമുള്ള ഒരുക്കത്തിലാണ്.